ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്ഥിരം ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ. മികച്ച ഫോമിൽ കളിക്കുമ്പോഴും തുടർച്ചയായി ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെടുന്ന സഞ്ജുവിന്റെ കാര്യത്തിൽ ടീം മാനേജ്മെന്റിന്റെ നിലപാടുകൾക്കെതിരെ മുൻ ഇന്ത്യൻ ഓപ്പണർ റോബിൻ ഉത്തപ്പ ഇപ്പോൾ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. യുവ ഓപ്പണറായ ഗിൽ തുടർച്ചയായി T20 ഫോർമാറ്റിൽ പരാജയപ്പെട്ടിട്ടും ടീമിൽ സ്ഥാനം നിലനിർത്തുന്നതും മികച്ച പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിനെ തഴയുന്നതിലെ അനീതിയുമാണ് ഉത്തപ്പ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിൽ ഗില്ലിന്റെ മോശം പ്രകടനമാണ് വിമർശനത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചത്. മുള്ളൻപൂരിൽ നടന്ന 2ാം T20 മത്സരത്തിൽ 214 റൺസ് പിന്തുടർന്ന ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാനെത്തിയ ഗിൽ ലുങ്കി എൻഗിഡിയുടെ പന്തിൽ ഗോൾഡൻ ഡക്കായാണ് പുറത്തായത്. തുടർച്ചയായി ഫോം കണ്ടെത്താൻ ഗില്ലിന് കഴിയാതെ വന്നതോടെ അദ്ദേഹത്തിന് അനുകൂലമായി BCCIയുടെ ഭാഗത്തു നിന്നും പ്രീണനം നടക്കുന്നുണ്ടോ എന്ന സംശയങ്ങളും ആരാധകരും മുൻ താരങ്ങളും ഒരുപോലെ ഉയർത്തി. സഞ്ജു സാംസൺ നേരിടുന്ന അനീതിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത റോബിൻ ഉത്തപ്പ ടീം മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നതിലൂടെ തന്റെ നിരാശ പ്രകടിപ്പിച്ചു. സഞ്ജു സാംസൺ എന്ത് തെറ്റാണ് ചെയ്തത്? അയാളോട് ഇങ്ങനെ പെരുമാറേണ്ടതുണ്ടോ? ടീം മാനേജ്മെന്റിൽ നിന്ന് ബോധ്യപ്പെടുത്തുന്ന വിശദീകരണമില്ലാത്ത വിജയകരമായ ഒരു ഓപ്പണിംഗ് ജോഡിയെ എന്തിനാണ് പിരിച്ചുവിട്ടത്? ഉത്തപ്പ തുറന്നടിച്ചു. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്നുള്ള ഓപ്പണിംഗ് പങ്കാളിത്തം ഇന്ത്യയുടെ പവർ പ്ലേ ബ്ലൂ പ്രിന്റിന്റെ മൂർച്ച കൂട്ടിയിരുന്നു. എന്നാൽ ഈ മികച്ച കൂട്ടുകെട്ട് മാറ്റേണ്ടി വരാൻ മാത്രം എന്ത് ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തതെന്നും അദ്ദേഹം ചോദിക്കുന്നു. സഞ്ജുവിനെ ടീമിൽ നിന്നും ഒഴിവാക്കി ഇതിനെ ന്യായീകരിക്കാൻ നിലവിലെ പ്രകടന കണക്കുകൾ അനുവദിക്കുന്നില്ല. 2024 സഞ്ജു ഓപ്പണർ എന്ന നിലയിൽ നടത്തിയ പ്രകടനം ശ്രദ്ധേയമാണ്. 2024 3 T20 സെഞ്ചുറികളാണ് സഞ്ജു സാംസൺ നേടിയത്. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന യുവ ഇന്ത്യൻ താരങ്ങളിൽ ആദ്യത്തേത് സഞ്ജുവായിരുന്നു. അതിനുശേഷമാണ് അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ഈ നേട്ടം കൈവരിക്കുന്നത്. 180 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ സഞ്ജു സാംസൺ 436 റൺസാണ് 2024 നേടിയത്. ഒരു ഓപ്പണർ എന്ന നിലയിൽ ഇന്ത്യക്ക് ഏറ്റവും ആവശ്യമായ ആക്രമണപരമായ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ കഴിവ് തെളിയിക്കപ്പെട്ട ഒരു ഓപ്പണർ ഉണ്ട്. ഈ ഘട്ടത്തിൽ അഭിഷേക് ശർമ്മയേക്കാൾ തൊട്ട് താഴെയാണ് അദ്ദേഹം ശരാശരിയിൽ നിൽക്കുന്നത്. നിങ്ങൾ അദ്ദേഹത്തെ മധ്യനിരയിലേക്ക് മാറ്റാനും പിന്നീട് പതുക്കെ അദ്ദേഹത്തെ ഒഴിവാക്കാനും തീരുമാനിച്ചു, ഉത്തപ്പ വിമർശിച്ചു. ഓപ്പണറായി അവസരം ലഭിക്കാൻ സഞ്ജു അർഹനായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറുവശത്ത് ഗില്ലിന്റെ ടീമിലെ T20യിലെ ശൈലിയും ഫോമും ടീമിന് ഗുണം ചെയ്യുന്നില്ലെന്നും അദ്ദേഹം വിലയിരുത്തി. ഈ ഘട്ടത്തിൽ ഗില്ലിന് അനുകൂലമല്ല സാഹചര്യങ്ങൾ, കാരണം അദ്ദേഹം വ്യത്യസ്തമായ കാര്യങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്നും ഞാൻ കരുതുന്നു. T20യുടെ ശൈലിയിലല്ല ഗിൽ ബാറ്റ് ചെയ്യുന്നത്, ഉത്തപ്പ നിരീക്ഷിച്ചു. ഇത് മറ്റ് ഓപ്പണറായ അഭിഷേക് ശർമ്മയ്ക്ക് പോലും സമ്മർദ്ദം നൽകിയേക്കാം. ഗിൽ ഓപ്പണറായി തിരിച്ചെത്തിയതിനു ശേഷം 14 മത്സരങ്ങളിൽ നിന്നും 263 റൺസ് മാത്രമാണ് നേടിയത്. അതിലുപരി 17 T20 ഇന്നിംഗ്സുകളിൽ ഒരു 50 പോലും നേടാൻ ഗില്ലിന് കഴിഞ്ഞിട്ടില്ല. ഒരു വർഷത്തിൽ 3 സെഞ്ചുറികൾ നേടിയ സഞ്ജുവിനെ ഒഴിവാക്കിയതിനു ശേഷം 17 ഇന്നിംഗ്സുകളിൽ അർദ്ധ സെഞ്ചുറി പോലും ഇല്ലാത്ത ഗില്ലിനെ തുടർച്ചയായി പിന്തുണയ്ക്കുന്നത് ടീം തിരഞ്ഞെടുപ്പിലെ യുക്തിരാഹിത്യമാണ് എടുത്തു കാണിക്കുന്നത്. സഞ്ജു സാംസന്റെ കരിയറിൽ ഈ താൽക്കാലികമായ തകർച്ചയ്ക്ക് കാരണമായത് ഗില്ലിന്റെ ടീമിലേക്കുള്ള മടങ്ങിവരവും വൈസ് ക്യാപ്റ്റൻസി പദവിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുമാണ്. ഗൗതം ഗംഭീറിന് കീഴിൽ IPLൽ ഓപ്പണറായി സഞ്ജു നടത്തിയ ആക്രമണപരമായ പ്രകടനം ഇന്ത്യയുടെ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. എന്നാൽ മാസങ്ങളോളം T20 സെറ്റപ്പിൽ നിന്ന് വിട്ടുനിന്ന ഗില്ലിനെ തിരിച്ചു വിളിക്കുകയും ഏഷ്യ കപ്പിനായി വൈസ് ക്യാപ്റ്റനായി നിയമിക്കുകയും ചെയ്തതോടെ സഞ്ജുവിന്റെ വേഗത നിലച്ചു. ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്നും സഞ്ജുവിനെ മധ്യനിരയിലേക്ക് മാറ്റി. മധ്യനിരയിലെ പുതിയ റോൾ സഞ്ജുവിന് അനുയോജ്യമായില്ല. പിന്നീട് ആ സ്ഥാനത്തേക്ക് ജിതേഷ് ശർമ്മയെ പരിഗണിക്കുകയും സഞ്ജുവിനെ T20 സെറ്റപ്പിൽ നിന്നും പതുക്കെ ഒഴിവാക്കുകയും ചെയ്തു. ഒരു കളിക്കാരന്റെ മികവിന് പകരം വൈസ് ക്യാപ്റ്റൻസി പോലുള്ള പദവികൾ നൽകി താരങ്ങൾക്ക് ടീമിൽ സ്ഥാനം ഉറപ്പിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പിന്തുടരുന്ന മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വിരുദ്ധമാണെന്ന വിമർശനമാണ് ഉത്തപ്പയുടെ വാക്കുകളിൽ ഉയരുന്നത്. റോബിൻ ഉത്തപ്പയുടെ വിമർശനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റിന്റെ ചില തീരുമാനങ്ങളിലെ സുതാര്യതയില്ലായ്മയാണ് ചോദ്യം ചെയ്യുന്നത്. ഫോമിലുള്ള ഒരു താരത്തെ ഒഴിവാക്കുകയും മോശം ഫോമിൽ കളിക്കുന്ന താരത്തിന് തുടർച്ചയായി അവസരങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അത് ടീമിലെ മറ്റ് കളിക്കാർക്കിടയിൽ നിരാശയുണ്ടാക്കുകയും മൊത്തത്തിലുള്ള ടീമിന്റെ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യും. വിമർശനങ്ങൾക്ക് ഉത്തരം നൽകാനും ടീം തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ കൂടുതൽ വ്യക്തമാക്കാനും ടീം മാനേജ്മെന്റ് ബാധ്യസ്ഥരാണ്. സഞ്ജു സാംസനെ പോലെ കഴിവുള്ള ഒരു താരത്തിന് ന്യായമായ അവസരം ലഭിക്കേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്.